വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഹൈഡ്രോകാർബൺസ് ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ആൽക്കെയിൻസ് ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ ആൽക്കീൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൽക്കീൻസ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് ആണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവരുടെ ജനറൽ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? CnH2n എന്നാണ് ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല വരുന്നത്. ഇനി ആൽക്കീൻസിന്റെ വേറൊരു പേരാണ് ഒലിഫീൻസ് എന്ന് പറയുന്നത്. അതായത് ഓയിൽ ഫോമിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈത്തീൻ അല്ലെങ്കിൽ ഇത്തൈലീൻ, അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് C2H4. ഓക്കെ, അത് ഫൈൻഡ് ഔട്ട് ചെയ്തത് എങ്ങനെയാണ്? പല കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. ആൻഡ് ഓൾസോ ഈത്തീന് ഒരു ഓയിലി ലിക്വിഡിനെ ഫോം ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറിൻ. ഓക്കെ, ഇനി ആൽക്കീൻസിലുള്ള കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള സിഗ്മ ബോണ്ട് ഉണ്ടാവും. ഓൾസോ ഒരു വീക്ക് പൈ ബോണ്ടും ഉണ്ടാവും. ഇനി ആ ഒരു സ്ട്രോങ് സിഗ്മ ബോണ്ട് എങ്ങനെയാണ് വരുന്നത്? ഡ്യൂ ടു ഓവർലാപ്പിംഗ് ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. ഇനി വീക്ക് പൈ ബോണ്ട് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്? ബൈ ലാറ്ററൽ ഓർ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഓഫ് 2p ഓർബിറ്റൽസ് ഓഫ് 2 കാർബൺ ആറ്റംസ്. ഇവിടെ ഡബിൾ ബോണ്ട് ഷോർട്ടർ ലെങ്ത് ആയിരിക്കും ഡബിൾ ബോണ്ടിനുള്ളത്. അതിന്റെ ബോണ്ട് ലെങ്ത് വരുന്നത് 134 പൈക്കോമീറ്റർ ആണ്. ആൻഡ് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ളത് കാർബൺ കാർബൺ ബോണ്ട് ആണ്. അതിന്റെ ബോണ്ട് ലെങ്ത് വരുന്നത് അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ വരുന്നത് 154 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സിഗ്മ ബോണ്ടിനെ അല്ലെങ്കിൽ പൈ ബോണ്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പൈ ബോണ്ട് ആണ് വീക്കർ ബോണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഡ്യൂ ടു പുവർ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ 2p ഓർബിറ്റൽസ്. ഓക്കെ, അപ്പം ഈ ഒരു പൈ ബോണ്ടിന്റെ, അതായത് വീക്കർ ആയിട്ടുള്ള പൈ ബോണ്ടിന്റെ പ്രസൻസ് കാരണമാണ് ആൽക്കീൻസില് അല്ലെങ്കിൽ ആൽക്കീൻസ് ഒരു ലൂസ്ലി ഹെൽഡ് മൊബൈൽ ഇലക്ട്രോൺസിന്റെ സോഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആൽക്കീൻസിനെ പെട്ടെന്ന് തന്നെ റിയേജൻസിനും ബാക്കിയുള്ള കോമ്പൗണ്ട്സിലും ഒക്കെ ഈസിയർ ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആൽക്കീൻസിനെ അറ്റാക്ക് ചെയ്യുന്ന റിയേജൻസിനെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോഫിലിക് റിയേജൻസ് എന്നാണ് അങ്ങനെയുള്ള റിയേജൻസ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീക്കർ ആയിട്ടുള്ള പൈ ബോണ്ടിന്റെ പ്രസൻസ് ആൽക്കീൻസിനെ അൺസ്റ്റേബിൾ മോളിക്യൂൾസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് ആസ് കമ്പയർ ടു ആൽക്കീൻസ്. ഓക്കെ, അപ്പൊ ആൽക്കീൻസിനെ നമുക്ക് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആൽക്കീൻസിനെ ഇലക്ട്രോഫിലിക് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ സ്ട്രെങ്ത് ഓഫ് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിനെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കീൻസ് നോക്കുകയാണെങ്കിൽ IUPAC നെയിമിംഗ് സിസ്റ്റം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡബിൾ ബോണ്ടിന് നിയറർ ആയിട്ടുള്ള കാർബൺ ആറ്റത്തിന്റെ ചെയിനിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിൽ നിന്നായിരിക്കും നമ്മൾ ആ ഒരു നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൽക്കെയിൻസിന്റെ സമയത്ത് നമ്മൾ നെയിമിങ് ചെയ്തിരുന്നത് ANE വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ANE-നെ ENE വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ അല്ലെങ്കിൽ സഫിക്സ് ചെയ്താൽ നമുക്ക് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കീൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കീൻ എന്താണ്? CH2, മീത്തീൻ ആണ്. ഓക്കെ, അപ്പൊ ഈ മീത്തീന് വെരി ഷോർട്ടർ ആയിട്ടുള്ള ലൈഫ് സ്പാൻ ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേബിൾ മെമ്പർ ഓഫ് ആൽക്കീൻ സീരീസ് എന്ന് പറയുന്നത് ഇത്തൈലീൻ അല്ലെങ്കിൽ ഈത്തീൻ ആണ്. ഓക്കെ, അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് C2H4 ആണ്. അപ്പൊ ഇവിടെ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സ്ട്രക്ചറും IUPAC നെയിം ഓഫ് ആൽക്കീൻസ്. പ്രൊപ്പീൻ, ബ്യൂട്ട് 1-ene, ബ്യൂട്ട് 2-ene, ബ്യൂട്ട് 1,3-diene, 2-methyl prop 1-ene ആൻഡ് 3-methyl bute 1-ene. ഇതിന്റെയൊക്കെ സ്ട്രക്ചറും IUPAC നെയിമിംഗും ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഐസോമറിസം നോക്കുവാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് മെയിൻലി ഉള്ളത് ആൽക്കീൻസിന്. അതിൽ ഫസ്റ്റ് സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. ഓക്കെ, അപ്പൊ ആൽക്കൈൻസിലെ പോലെ തന്നെ ഈത്തീനും പ്രൊപ്പൈനും എന്താണ്? ഒരു സ്ട്രക്ചർ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ.
പക്ഷെ പ്രൊപ്പീനെക്കാട്ടും ഹയർ ആയിട്ടുള്ള ആൽക്കീൻസിന് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ആൽക്കീൻസ് ഹാവിംഗ് C4H8 മോളിക്കുലർ ഫോർമുല ഉള്ള ആ ഒരു പർട്ടിക്കുലർ ആൽക്കീനെ നമുക്ക് ബിലോ 3 വേസിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഐസോമറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്യൂട്ട് 1-ഈനാണ് സ്ട്രക്ചർ 1 വരുന്നത്, ദെൻ സ്ട്രക്ചർ 2 വരുന്നത് ബ്യൂട്ട് 2-ഈൻ, സ്ട്രക്ചർ 3 വരുന്നത് 2-methyl-prop-1-ene. ഓക്കെ, ഇതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെയും മോളിക്കുലർ ഫോർമുല വരുന്നത് C4H8 ആണ്. ഓക്കെ, ഇതില് സ്ട്രക്ചർ 1 and 3 അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് 2 and 3 എന്ന് പറയുന്നതും എക്സാമ്പിൾ ഓഫ് ചെയിൻ ഐസോമറിസം ആണ്. അറ്റ് ദ സെയിം ടൈം സ്ട്രക്ചർ 1 and 2 എന്താണ്? പൊസിഷൻ ഐസോമേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം വരുന്നത് ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. അപ്പൊ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റത്തിന് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 2 വാലൻസസിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ബൈ ജോയിനിങ് വിത്ത് 2 ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്. ഇനി ഓരോ കാർബൺ ആറ്റത്തിലേക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ 2 ആറ്റംസ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: YXC, അതായത് കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മറ്റ് 2 ഗ്രൂപ്പാണ് YX, ഡബിൾ ബോണ്ട് കാർബൺ XY. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ ആറ്റംസിനെ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് 2 വേസിൽ സ്പേഷ്യലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആ റെപ്രസെന്റേഷൻസ് ആണ് ഇവിടെ A, B എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഐഡന്റിക്കൽ ആറ്റംസ്, അതായത് ബോത്ത് X അല്ലെങ്കിൽ ബോത്ത് Y ലൈ ഓൺ ദി സെയിം സൈഡ് ഓഫ് ഡബിൾ ബോണ്ട്. ഓക്കെ, പക്ഷെ ബി കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 X അല്ലെങ്കിൽ 2 Y ഡബിൾ ബോണ്ടിന് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എ നോക്കുകയാണെങ്കിൽ സെയിം ലൈനിലാണ് 2 Xും വരുന്നത്, പക്ഷെ ബിയുടെ കേസിലാണെങ്കിൽ ഡബിൾ ബോണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് 2 X അല്ലെങ്കിൽ 2 Y ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ജോമെട്രീസ് ആണ് എയും ബിയും എന്ന് നമുക്ക് പറയാം. അതായത് ഡിസ്പൊസിഷൻ ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ സ്പേസ് ഇൻ 2 അറേഞ്ച്മെന്റ്സ് ഈസ് ഡിഫറെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സ്റ്റീരിയോ ഐസോമേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അതായത് സെയിം ജോമെട്രി ഉണ്ടാവാം എപ്പോ? ഇഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് അറൌണ്ട് കാർബൺ ബോണ്ട് ക്യാൻ ബി റൊട്ടേറ്റഡ്, ബട്ട് റൊട്ടേഷൻ അറൌണ്ട് കാർബൺ ബോണ്ട് ഈസ് നോട്ട് ഫ്രീ. അത് റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു റൊട്ടേഷനിലെ റെസ്ട്രിക്ഷൻ പല ഡിഫറെന്റ് ജോമെട്രീസിന്റെ റൈസിനും കാരണമാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റീരിയോ ഐസോമേഴ്സിനെ പറയുന്ന പേരാണ് കോമൺലി ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സിൽ 2 ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് വരുന്നുണ്ട്. അതായത് 2 ഐഡന്റിക്കൽ ആറ്റംസ്, നമ്മൾ പറഞ്ഞു എക്സ് ഒരേ സൈഡിലാണ് ഡബിൾ ബോണ്ടിന്റെ ഒരേ സൈഡിലാണ് ലൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെയുള്ള ഐസോമേഴ്സിനെ നമ്മൾ സിസ് ഐസോമർ എന്നാണ് പറയുന്നത്. ഇനി ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഒരു ഐഡന്റിക്കൽ ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ് ഐസോമർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സിസ് ഐസോമർ ആയാലും ട്രാൻസ് ഐസോമർ ആയാലും അവർക്ക് സെയിം സ്ട്രക്ചർ ആണുള്ളത്, പക്ഷെ ഡിഫറെന്റ് കൺഫിഗറേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഐസോമേഴ്സ് ചില പ്രോപ്പർട്ടീസിലൊക്കെ ഡിഫർ ചെയ്യും, ലൈക്ക് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡൈപോൾ മൊമെന്റ്, സോളിബിലിറ്റി എക്സെട്ര. അപ്പൊ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത് ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമർ ഓഫ് ബ്യൂട്ട് 2-ene ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സിസ് ഫോം ഓഫ് ആൽക്കീൻ ആണ് മോർ പോളാർ ആയിട്ടുള്ളത് ദാൻ ദി ട്രാൻസ് ഫോം. ഓക്കെ, ഇനി ട്രാൻസ് ഐസോമർ എന്നാണ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ദാൻ സിസ് ഫോം. ആൻഡ് ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്ന വേറൊരു ടൈപ്പ് ഓഫ് ആൽക്കീൻസ് ആണ് XYC ഡബിൾ ബോണ്ട് CXZ ആൻഡ് XYC ഡബിൾ ബോണ്ട് CZW എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് മെത്തേഡ് വരുന്നത് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൻസ്.
ഓക്കെ, അപ്പൊ ആൽക്കൈൻസിനെ നമ്മൾ പാർഷ്യൽ ആയിട്ട് റിഡക്ഷൻ ചെയ്താൽ ബൈ യൂസിങ് a particular amount of dihydrogen and in the presence of palladized charcoal partially deactivated with poison like sulfur compounds അല്ലെങ്കിൽ ക്യൂനോലിൻ, അങ്ങനെയൊക്കെ നമ്മൾ പാർഷ്യലി ആൽക്കൈൻസ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ആൽക്കീൻസ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പാർഷ്യലി ഡിയാക്ടിവേറ്റഡ് പല്ലഡൈസ്ഡ് ചാർക്കോൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ലിൻലാർഡ്സ് കാറ്റലിസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആൽക്കീൻസിന് സിസ് ടൈപ്പ് ഓഫ് ജോമെട്രി ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂസിങ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ വെച്ചിട്ടാണ് ആൽക്കൈൻസിനെ റെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ട്രാൻസ് ജോമെട്രി ഉള്ള ആൽക്കീൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു റിയാക്ഷന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ. ഇനി ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്ന് എങ്ങനെയാണ് ആൽക്കീൻസിനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആൽക്കൈൽ ഹാലൈഡ്സ് ദാറ്റ് ഈസ് RX ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാഷ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ ആൽക്കഹോൾ, ഫോർ എക്സാമ്പിൾ എത്തനോൾ. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മോളിക്യൂൾ ഓഫ് ഹാലോജൻ ആസിഡിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആൽക്കീൻസ് ഫോം ചെയ്യാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്നാണ് പറയുന്നത്, അതായത് റിമൂവൽ ഓഫ് ഹാലോജൻ ആസിഡ്. ഓക്കെ, അപ്പൊ ഇത് ബീറ്റ എലിമിനേഷൻ റിയാക്ഷന്റെ അണ്ടറിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറയുന്നത്. അതായത് ബീറ്റ കാർബൺ ആറ്റത്തിൽ നിന്നാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ ഇവിടെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹാലോജൻ ആറ്റത്തിന്റെ അതുപോലെ തന്നെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ആ ഒരു നേച്ചർ ആയിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഹാലോജൻസിന്റെ കേസിൽ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ റേറ്റ് ഓഫ് ഓർഡർ വരുന്നത് എങ്ങനെയാണ്, അയോഡിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ. ഇനി ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസിലാണെങ്കിൽ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ് ആണ്. വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈഹാലൈഡ്സ് ഇൻ വിച്ച് നമ്മൾ രണ്ട് ഹാലജൻ ആറ്റത്തിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കായിരിക്കും. അങ്ങനെയുള്ള ഡൈഹാലൈഡ്സിനെയാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വിസിനൽ ഡൈഹാലൈഡ്സിനെ നമ്മൾ സിങ്ക് മെറ്റൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു മോളിക്യൂൾ ഓഫ് സിങ്ക് ഡൈഹാലൈഡ് ദാറ്റ് ഈസ് Zn(X2) അവിടെ ലോസ് ആയിട്ട് ആൽക്കീൻ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. This type of reaction is known as dehalogenation. Okay. The next method of preparation വരുന്നത് from alcohols by acidic dehydration ആണ്. ആൽക്കഹോൾസ് എന്ന് പറയുന്നത് ആൽക്കെയിൻസിന്റെ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്സ് ആണ്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആൽക്കഹോൾസിനെ? ROH, വേർ R എന്ന് പറയുന്നത് എന്താണ്? CnH2n+1 ആണ് ആറിന്റെ ജനറൽ ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ആൽക്കഹോൾസിനെ നമ്മൾ കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യിച്ചാൽ അവിടെ ആൽക്കീൻസ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഒരു വാട്ടർ മോളിക്യൂള് ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് എലിമിനേറ്റ് ആയിട്ടാണ് ഇവിടെ ആൽക്കീൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആൽക്കഹോൾ മോളിക്യൂളിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ, ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ ആസിഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷനെ നമ്മൾ അസിഡിക് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനും ബീറ്റ എലിമിനേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. അതായത് OH ഗ്രൂപ്പ്, അതായത് ആൽക്കഹോളിക് ഗ്രൂപ്പ് ബീറ്റ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ ടേക്ക് ഔട്ട് ചെയ്യാണ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻസ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഓൾമോസ്റ്റ് ആൽക്കെയിൻസിനോട് ഒരു റിസംബ്ലൻസ് ആൽക്കീൻസ് കാണിക്കുന്നുണ്ട്, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഐസോമറിസം ആൻഡ് ഓൾസോ ഡിഫറൻസ് ഇൻ പോളാർ നേച്ചർ. ആൽക്കീൻസിൽ ഫസ്റ്റ് 3 മെമ്പേഴ്സ് ഗ്യാസസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആൻഡ് നെക്സ്റ്റ് 14 മെമ്പേഴ്സ് ലിക്വിഡ് ആയിട്ടും ആൻഡ് ഹയർ വൺസ് സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈഥീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈഥീൻ ഒരു കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. ഫസ്റ്റ് മെമ്പർ ആണ് ആൽക്കീൻസിന്റെ കേസിൽ, അതിനൊരു ഫെയിന്റ് ആയിട്ടുള്ള സ്വീറ്റ് സ്മെല്ലും കൂടിയുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള ആൽക്കീൻസ് എല്ലാം തന്നെ കളർലെസ് ആണ്, ഓർഡർലെസ്സും ആണ്, ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്, പക്ഷെ ഫെയർലി സോലുബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്സ് ലൈക്ക് ബെൻസീൻ, പെട്രോളിയം, ഈതർ എക്സെട്ര. ഇനി ഈ ഒരു ആൽക്കീൻസിന്റെ സൈസ് ഇൻക്രീസ് ആവുന്ന അനുസരിച്ചിട്ട് അവരുടെ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ,
ഇനി ആൽക്കെയിൻസിന്റെ കേസിലെ പോലെ തന്നെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ആൽക്കീൻസിനാണ് ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ആസ് കമ്പയർഡ് ടു ഐസോമറിക് ബ്രാഞ്ചഡ് ചെയിൻ കോമ്പൗണ്ട്സ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ആൽക്കീൻസ് എന്ന് പറയുന്നത് ലൂസ്ലി ഹെൽഡ് ആയിട്ടുള്ള പൈ ഇലക്ട്രോൺസിന്റെ ഒരു റിച്ച് സോഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവര് അഡീഷൻ റിയാക്ഷൻ എക്സിബിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഒക്കെ ആൽക്കീൻസ് അണ്ടർഗോ ചെയ്യും. ഓൾസോ ഓക്സിഡേഷൻ റിയാക്ഷൻ, ഓസോണിസിസ് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ആൽക്കീൻസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ വരുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ് അഡീഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ആണ്. ആൽക്കീൻസിനോട് നമ്മൾ ഒരു മോളിക്യൂൾ ഓഫ് ഡൈഹൈഡ്രജൻ ഗ്യാസ് ഫൈനലി ഡിവൈഡഡ് നിക്കൽ, പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനത്തിന്റെ ഒക്കെ പ്രസൻസിൽ ആഡ് ചെയ്താൽ നമുക്ക് ആൽക്കെയിൻസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി ആൽക്കീൻസിനോട് നമ്മൾ ഹാലജൻസ്, ഫോർ എക്സാമ്പിൾ ബ്രോമിൻ അല്ലെങ്കിൽ ക്ലോറിൻ ഒക്കെ ആഡ് ചെയ്താൽ അവിടെ വിസിനൽ ഡൈഹാലൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. പക്ഷെ ഹാലോജൻ ലൈക്ക് അയഡിൻ ഈ ഒരു റിയാക്ഷൻ എക്സിബിറ്റ് ചെയ്യില്ല. അഡീഷൻ റിയാക്ഷൻ അയഡിന്റെ കേസിൽ പോസിബിൾ അല്ല നോർമൽ കണ്ടീഷനിൽ. ഓക്കെ, ഇനി റെഡിഷ് ഓറഞ്ച് കളർ ഓഫ് ബ്രോമിൻ സൊല്യൂഷൻ കാർബൺ ടെട്രാക്ലോറൈഡ് ഡിസ്ചാർജ് ആവും എപ്പോ വെൻ ബ്രോമിൻ ആഡ്സ് അപ് ടു അൺസാച്ചുറേഷൻ സൈറ്റ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മൾ അൺസാച്ചുറേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അഡീഷൻ ഓഫ് ഹാലജൻ ടു ആൽക്കീൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രജൻ ഹാലൈഡ് അഡീഷൻ ആണ്. ആൽക്കീൻസിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ്, ഫോർ എക്സാമ്പിൾ HCl, HBr, HI ഒക്കെ ആഡ് ചെയ്താൽ അവിടെ ആൽക്കൈൽ ഹാലൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ് വരുന്നത് ഇങ്ങനെയാണ്: HI ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HCl. അപ്പം അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡും ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് വരുന്നത്. ഇനി അഡീഷൻ റിയാക്ഷൻ ഓഫ് HBr ടു സിമെട്രിക്കൽ ആൽക്കീൻസ് ടേക്ക് പ്ലേസ് ഇൻ ദ ഇലക്ട്രോഫിലിക് അഡീഷൻ മെക്കാനിസം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അഡീഷൻ റിയാക്ഷൻ ഓഫ് HBr ടു അൺസിമെട്രിക്കൽ ആൽക്കീൻസ് മാർക്കോവ്നിക്കോവ്സ് റൂൾ വെച്ചിട്ടാണ് ക്യാരി ഔട്ട് ആവുന്നത്. ഓക്കെ, എന്താണ് മാർക്കോവ്നിക്കോവ്സ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് മാർക്കോവ്നിക്കോവ്സ് റൂൾ പറയുന്നത്. അതായത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ആറ്റത്തിലേക്കായിരിക്കും ഈസിയർ ആയിട്ട് ആഡിങ് മോളിക്യൂൾ അല്ലെങ്കിൽ അഡൻഡം അറ്റാച്ച്ഡ് ആവുന്നത്. ഓക്കെ, അതാണ് മാർക്കോവ്നിക്കോവ്സ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ് നോക്കുക. 2 ബ്രോമോപ്രൊപ്പൈനും 1 ബ്രോമോപ്രൊപ്പൈനും ആണ് പ്രൊഡക്ട്സ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ബ്രോമോപ്രൊപ്പൈൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം ആക്ച്വൽ പ്രാക്ടീസിൽ നമ്മുടെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, 2 ബ്രോമോപ്രൊപ്പൈൻ. മാർക്കോവ്നിക്കോവ്സ് റൂളിന്റെ മെക്കാനിസം വരുന്നത് ഇങ്ങനെയാണ്: ഹൈഡ്രജൻ ബ്രോമൈഡ് ഒരു ഇലക്ട്രോഫൈല് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് H+. അത് ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്തിട്ട് കാർബോകാറ്റോൺ അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈമറി കാർബോകാറ്റോണും ഫോം ചെയ്യുന്നുണ്ട്. ഓൾസോ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്കൻഡറി കാർബോകാറ്റോണും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്കൻഡറി കാർബോകാറ്റോൺ ആയിരിക്കും പ്രീഡൊമിനേറ്റ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. ഇനി കാർബോകാറ്റോൺ ബിനെ, അതായത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്കൻഡറി കാർബോകാറ്റോണിനെ Br മൈനസ് അയോണ് അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത് ടു ഫോം ദി മേജർ പ്രൊഡക്റ്റ്. മേജർ പ്രൊഡക്റ്റ് ഏതാണ് ഇവിടെ? 2 ബ്രോമോപ്രൊപ്പൈൻ ആണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് മാർക്കോവ്നിക്കോവ്സ് അഡീഷൻ റൂൾ വരുന്നത്. ഇനി ആന്റി മാർക്കോവ്നിക്കോവ് റൂൾ അല്ലെങ്കിൽ ആന്റി മാർക്കോവ്നിക്കോവ് അഡീഷൻ അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് ഓർ ഖരാഷ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ നമ്മൾ HBr ഹൈഡ്രജൻ ബ്രോമൈഡ് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് പ്രൊപ്പീൻ. ഓക്കെ, അപ്പൊ ഇത് HBrന്റെ കേസിൽ മാത്രമേ ഇത് ഹാപ്പൻ ചെയ്യുള്ളൂ, ബട്ട് നോട്ട് വിത്ത് HCl ഓർ HI. ഈ ഒരു റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ ഒബ്സർവ് ചെയ്തത് സയന്റിസ്റ്റ് MS ഖരാഷ് ആൻഡ് FR മയോ ആണ്. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലാണ് അവർ ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്? 1-bromopropane ആണ് ഇവിടെ ആന്റി മാർക്കോവ്നിക്കോവ് അഡീഷനിൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ്. ആന്റി മാർക്കോവ്നിക്കോവ് റൂള് പ്രൊസീഡ് ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ സെക്കൻഡറി ഫ്രീ റാഡിക്കൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു മെക്കാനിസത്തിൽ. ഓക്കെ, അപ്പൊ ആ ഒരു സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ് പ്രൈമറിനെക്കാട്ടും മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഈ ഒരു പെറോക്സൈഡ് എഫക്റ്റ് നമ്മൾ അഡീഷൻ ഓഫ് HCl അല്ലെങ്കിൽ അഡീഷൻ ഓഫ് HIയുടെ കേസിൽ ഒബ്സർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒബ്സർവ് ചെയ്യാത്തത്? ഡ്യൂ ടു ദി ഫാക്ട് ദാറ്റ് HCl ബോണ്ട് എന്ന് പറയുന്നത് മോർ സ്ട്രോങ്ങർ ആണ് ദാൻ HBr ബോണ്ട്. ഓക്കെ, അപ്പൊ അതിനെ ഫ്രീ റാഡിക്കൽ ക്ലീവേജ് ചെയ്യില്ല അല്ലെങ്കിൽ ക്ലീവ് ചെയ്യില്ല. വെറാസ് HI ബോണ്ട് എന്ന് പറയുന്നത് വീക്കർ ആണ് ആൻഡ് അയോഡിൻ ഫ്രീ റാഡിക്കൽസിന് ഈസിയർ ആയിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും ടു ഫോം അയോഡിൻ മോളിക്യൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ടു ഡബിൾ ബോണ്ട്. ഇനി ആൽക്കീൻസിലേക്ക് നമ്മൾ കോൾഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക അക്കോർഡിംഗ് ടു മാർക്കോവ്-നിക്കോവ്സ് റൂൾ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ആണ് കിട്ടുന്നത്. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ അണ്ടർഗോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ആൽക്കീൻ നമ്മൾ എടുത്തിരിക്കുന്നു അല്ലെ. എക്സാമ്പിളില് നമുക്ക് ഫൈനലി അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. പ്രൊപ്പൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ ആൽക്കീൻസിലേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. ഓക്കെ, along with വാട്ടർ. നമുക്ക് അവിടെ ആൽക്കഹോൾ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് അക്കോർഡിംഗ് ടു മാർക്കോവ്-നിക്കോവ് റൂൾ. അപ്പൊ 2-methyl propene ആണ് നമ്മളിവിടെ റിയാക്ഷൻ ടൈമിൽ റിയാക്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ് 2-methyl propane 2-ol. ഇനി നെക്സ്റ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ആൽക്കീൻസ് കോൾഡ് ഡൈലൂട്ട് അക്വ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ ബെയേഴ്സ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വിസ്നൽ ഗ്ലൈക്കോൾ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അൺസാച്ചുറേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഡീകളറൈസേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഗ്ലൈക്കോൾ പ്രൊപ്പാൻ 1,2-diol ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ അസിഡിക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെച്ചിട്ട് നമുക്ക് ആൽക്കീൻസിനെ ഓക്സിഡൈസ് ചെയ്യാനായിട്ട് സാധിക്കും ടു കീറ്റോൺസ് അല്ലെങ്കിൽ ആസിഡ്സ് ഒക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ആൽക്കീൻസ്. അപ്പൊ ആ ഒരു മെത്തേഡ് വഴി നമ്മൾ നടത്തുന്ന ഓക്സിഡേഷൻ ആണ് 2-methyl propene to propan 2-on ആൻഡ് ബ്യൂട്ട് 2-into ethanoic acid ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ റിയാക്ഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഓസോണോളിസിസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൽക്കീൻസിലേക്ക് നമ്മൾ ഓസോൺ മോളിക്യൂളിനെ ആഡ് ചെയ്യാണ്. നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഓസോണൈഡ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓസോണൈഡ് സിങ്ക് H2O മോളിക്യൂളിന്റെ ക്ലീവേജ് വഴി ഓസോണോളിസിസ് അണ്ടർഗോ ചെയ്തിട്ട് സ്മോളർ മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്യാണ്. അപ്പൊ ആൽക്കീൻസിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഓസോണോളിസിസ് പ്രോസസ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓൾസോ ഇൻ ദ കേസ് ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. പോളിമേഴ്സിനെ കുറിച്ച് പോളിത്തീൻ ബാഗ്സ് പോളിത്തീൻ ഷീറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് പോളിത്തീൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈത്തീൻ മോളിക്യൂൾസ് ലാർജ് നമ്പർ ഓഫ് ഈത്തീൻ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ പോളിത്തീൻ യൂഷ്വലി ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ വഴി നമുക്ക് ലാർജ് മോളിക്യൂൾസ് ഓഫ് പോളിമേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ഇനി പോളിമേഴ്സിൽ നിന്നും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സിമ്പിൾ കോമ്പൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് മോണോമേഴ്സ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ പോളിത്തീൻ പോളിപ്രൊപ്പീൻ ഒക്കെ പോളിമറൈസേഷൻ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പോളിമേഴ്സ് ഒക്കെ നമ്മൾ TV, റേഡിയോ ക്യാബിനറ്റ്സിൽ, റെഫ്രിജറേറ്റർ ഡിഷസിൽ, ടോയ്സിൽ, പൈപ്സിൽ, പ്ലാസ്റ്റിക് ബാഗ്സിന്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ പോളിപ്രൊപ്പീൻ നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് മിൽക്ക് ക്രേറ്റ്സ്, പ്ലാസ്റ്റിക് ബക്കറ്റ്സിൽ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് ആൽക്കീൻസ് ടോപ്പിക്കിൽ വരുന്നത്. താങ്ക് യു.